ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒപ്റ്റിക്കൽ സോഴ്സ് അതെന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് എടുക്കുന്നത്. സോ ഒപ്റ്റിക്കൽ സോഴ്സ് എന്താണ് എന്നുള്ളതും രണ്ട് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ സോഴ്സസ്, അതായത് LED ലേസറും, ഈ രണ്ട് ഡയോഡ്സിനെ കുറിച്ചാണ് നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ എന്താണ് ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് നോക്കുമ്പോൾ, ഇൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വന്നിട്ട് ഫൈബർ ഒപ്റ്റിക്സും അതിൽ കൂടെ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റയൊക്കെ ഏറ്റവും സ്പീഡായിട്ട് വിതൗട്ട് എനി ലോസ് ഓഫ് ഡാറ്റയായിട്ടും റിലയബിളായിട്ടും ട്രാൻസ്മിഷൻ ചെയ്യുന്നത്, ഡാറ്റനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈബർ ഒപ്റ്റിക്സിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നത് ഈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന് തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ട് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട്സ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻടു ആൻ ഒപ്റ്റിക്കൽ സിഗ്നൽ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എന്താണ് ഫൈബർ ഒപ്റ്റിക്കൽസിൽ ഇൻ ദ ഫോം ഓഫ് ലൈറ്റാണ് നമ്മുടെ ഡാറ്റ വന്നിട്ട് ട്രാൻസ്മിഷൻ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഒപ്റ്റിക്കൽ സോഴ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ദാറ്റ് മീൻസ് ഒപ്റ്റിക്കൽ സോഴ്സിലേക്ക് വരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്, നമ്മൾ അയക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിലായിരിക്കും. സോ ഈ ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ത് ചെയ്യും, അതിനെ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ലൈറ്റ് ആക്കിയിട്ട് മാറ്റും. ഈ സിഗ്നൽസിനെയൊക്കെ ലൈറ്റ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് അതിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഫൈബർ ഒപ്റ്റിക്കൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ ദ ടു മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഒപ്റ്റിക്കൽ സോഴ്സസ് ആർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആൻഡ് ലേസർ ഡയോഡ്സ്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ ആണ് കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ സിഗ്നൽസ്. ഓക്കെ, കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് എങ്ങനെയാണോ ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ ആ ഒരു വേവ് ലെങ്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽസ് ആയിക്കോട്ടെ സ്ട്രെങ്ത് ആയിക്കോട്ടെ, അതിന് അതേപോലെയുള്ള ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആക്കിയിട്ടായിരിക്കും മാറ്റുന്നുണ്ടാവുക. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് സോഴ്സ് നീഡ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത് എന്ന് പറയാം നമുക്ക് ഈ നമ്മുടെ ലൈറ്റ് സോഴ്സിന്. ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു ഓപ്പറേറ്റ് ദ ഡിവൈസ് കണ്ടിന്യൂസ്ലി അറ്റ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചേഴ്സ് ഫോർ മെനി ഇയേഴ്സ്. സോ എന്താണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് എന്താണ്, കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് ഒരു 10 days കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് വന്നാൽ അത് ഹീറ്റായിട്ടോ കേട് വന്ന് പോകാനൊന്നും പാടില്ല. സോ ഒരുപാട് വർഷം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. ആൻഡ് മസ്റ്റ് ബി പോസിബിൾ ടു മോഡുലേറ്റ് ദ ലൈറ്റ് ഔട്ട്പുട്ട് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ്. സോ വൈഡ് റേഞ്ച് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസിൽ വന്നിട്ട് ലൈറ്റ് ഔട്ട്പുട്ടായിട്ട് മോഡുലേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോർ ഫൈബർ ലിങ്ക് ദ വേവ് ലെങ്ത് ഓഫ് ദ ഔട്ട്പുട്ട് ഷുഡ് കോയിൻസിഡ് വിത്ത് വൺ ഓഫ് ട്രാൻസ്മിഷൻ വിൻഡോസ് ഫോർ ദ ഫൈബർ ടൈപ്പ് യൂസ്ഡ്. സോ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു ഫൈബർ ടൈപ്സ് തന്നെ 2-3 തരം ഉണ്ട് എന്നുള്ളത് അല്ലേ. സോ ഈ 2-3 തരത്തിൽ ഏത് ടൈപ്പാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വേവ് ലെങ്ത് ആയിരിക്കണം അതിലേക്ക് കൊടുക്കേണ്ട ഔട്ട്പുട്ട്. ഓക്കെ, to couple large amount of power into an optical fiber, the emitting area should be small. Okay, so couple എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് സെയിം വേവ് ലെങ്ത്തിലുള്ള ഡാറ്റ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാൻസ്മിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്തായിരിക്കണം, അവിടെ ലൈറ്റ് എമിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഷുഡ് ബി സ്മോൾ തന്നെയായിരിക്കണം. ആ ലൈറ്റ് എമിറ്റിംഗ് ഏരിയ വന്നിട്ട് വലുതാവാനൊന്നും പാടില്ല. ഓക്കെ, അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെറുത് തന്നെ ആയിരിക്കണം. ദെൻ ടു റെഡ്യൂസ് മെറ്റീരിയൽ ഡിസ്പേർഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് ദ ഔട്ട്പുട്ട് സ്പെക്ട്രം ഷുഡ് ബി നാരോ. ഓക്കെ, ദ ഔട്ട്പുട്ട് സ്പെക്ട്രം എന്ന് പറയുന്നത് ഏറ്റവും നാരോ ആയിരിക്കണം. നാരോ എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ഏറ്റവും കമ്മി. ഓക്കെ, അങ്ങനത്തെ ആയിരിക്കണം. ആൻഡ് പവർ റിക്വയർമെൻറ്റ്സ് എന്നിട്ട് ലോ ആയിരിക്കണം. അതിൻ്റെ ഓപ്പറേഷൻ യൂസ് ചെയ്യേണ്ട കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുന്നതായിരിക്കണം. ആൻഡ് ലൈറ്റ് സോഴ്സ് മസ്റ്റ് ബി കോമ്പാറ്റബിൾ വിത്ത് മോഡേൺ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ആയിട്ട് കോമ്പാറ്റബിൾ ആയിരിക്കണം നമ്മുടെ ലൈറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ,
Then output power must be directly modulated by varying the input current to the device. So input current എന്ന് പറയുമ്പോൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഒരേ വേവ് ലെങ്ത്തിലുള്ള അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ഫേസസോട് കൂടിയിട്ടുള്ള കറണ്ട് ആയിരിക്കില്ല വരുന്നുണ്ടാവുക. സോ ഈ ഡിഫറെൻറ്റ് ഇൻപുട്ട് കറണ്ടിന് വന്നിട്ട് അതെന്ത് ചെയ്യണം, ഡയറക്റ്റ്ലി മോഡുലേറ്റ് ചെയ്യാൻ പറ്റണം, ഔട്ട്പുട്ടായിട്ട് മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ബെറ്റർ ലീനിയാരിറ്റി ടു പ്രിവെൻറ്റ് ഹാർമോണിക്സ് ആൻഡ് ഇൻ്റർമോഡുലേഷൻ ഡിസ്റ്റോർഷൻ. ഓക്കെ, അതിനകത്തുള്ള ഡിസ്റ്റോർഷൻസിനെയൊക്കെ വന്നിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. ഓക്കെ, പിന്നെ ഹൈ കപ്ലിംഗ് എഫിഷ്യൻസി ആയിരിക്കണം, ഹൈ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് പവർ ആയിരിക്കണം, ആൻഡ് റിലയബിൾ ആയിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ ലോ വെയ്റ്റ് ആൻഡ് ലോ കോസ്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ആ ലൈറ്റിംഗ് സോഴ്സിന് വന്നിട്ട് ഡിസൈഡ് ചെയ്യുക. ദെൻ മെയിൻലി 2 ടൈപ്പ് ഓഫ് ലൈറ്റ് സോഴ്സസ് ആണുള്ളത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആൻഡ് സെമി കണ്ടക്ടർ ലേസർ ഡയോഡ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടി നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് LED ലേസറും കൂടി നോക്കാനുണ്ടാവും. ഓക്കെ, സോ രണ്ടിൻ്റെയും കൂടി കമ്പാരിസൺ നോക്കൂ. ഔട്ട്പുട്ട് പവർ വന്നിട്ട് LED ലോവർ ആണ് എന്നുണ്ടെങ്കിൽ ലേസറിൽ വന്നിട്ട് കുറച്ചും കൂടി ഹയർ ആണ് ഔട്ട്പുട്ട് പവർ. ഓക്കെ, ദെൻ സ്പെക്ട്രൽ വിഡ്ത്ത് വന്നിട്ട് ഇത് കുറച്ചും കൂടി വൈഡർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് നാരോ ആണ്. ഓക്കെ, ദെൻ ന്യൂമറിക്കൽ അപ്പർച്ചർ വന്നിട്ട് ലാർജർ, ഇതിൽ സ്മോളർ, അങ്ങനെ. സോ ഇതിൻ്റെ കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് ബേസ് ചെയ്തിട്ട്, അതായത് LED യൂസ് ചെയ്യണോ ലേസർ യൂസ് ചെയ്യണോ എന്നുള്ളത് ഈ ഒരു കമ്പാരിസൺ നോക്കി തന്നെ അവിടെ യൂസർക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ വൈഡറാണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് LED യൂസ് ചെയ്യാം, ഔട്ട്പുട്ട് പവർ ലോവർ ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് LED യൂസ് ചെയ്യാം. സോ അതായത് എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും എന്നുണ്ടെങ്കിൽ ലേസർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. സോ അങ്ങനത്തെ വൈഡ് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലേസറായിരിക്കും അവിടെ യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം യൂസ് ചെയ്യില്ല, അത്ര കമ്മ്യൂണിക്കേഷനൊന്നും യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ LED യൂസ് ചെയ്യാം. സോ ഇത് രണ്ടുമാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് LED ലേസറും നോക്കാം.